NM വിജയന്റെ കുടിശ്ശിക വയനാട് DCC മുൻ ട്രഷററാണ് ആത്മഹത്യ ചെയ്ത NM വിജയന്റെ കുടിശ്ശിക ഇപ്പോൾ KPCC അടച്ചു തീർത്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് വന്നത്. 60 ലക്ഷം രൂപ ബത്തേരി ബാങ്കിൽ KPCC അടച്ചു തീർത്തു എന്ന പ്രധാനപ്പെട്ട വാർത്ത ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഈ കുടിശ്ശിക അടച്ചു തീർക്കണമെന്നൊക്കെയുള്ള ആവശ്യം അവർ ഉന്നയിക്കുകയും ചെയ്തതാണ്. ഇപ്പോൾ കുടിശ്ശിക അടച്ചു തീർത്തിരിക്കുന്നു KPCC എന്നുള്ള പ്രധാനപ്പെട്ട വാർത്ത. ബത്തേരി ബാങ്കിൽ 60 ലക്ഷം രൂപ അടച്ചിട്ടുണ്ട്. ബാങ്ക് നേരത്തെ ഈ കാര്യത്തിലൊക്കെ സ്ഥിരീകരണം നൽകിയിരുന്നു. തുടർ നടപടികളിലേക്ക് പോകാത്തത് പാർട്ടി ആവശ്യപ്പെട്ടതുകൊണ്ടാണ് എന്നതുൾപ്പെടെ. ഷഫീദ്, ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ആവശ്യം അത് പരിഗണിച്ചുകൊണ്ടല്ല. നേരത്തെ KPCC അധ്യക്ഷൻ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള അതൊരു ധാർമ്മികതയുടെ വിഷയമാണ്, അല്ലാതെ അങ്ങനെ ഒരു ബാധ്യത ഏറ്റെടുക്കേണ്ടെന്ന കാര്യം പാർട്ടിക്കില്ല. പക്ഷേ ഞങ്ങളത് ചെയ്യുമെന്ന തരത്തിലേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും ആ കുടിശ്ശികയൊക്കെ അടച്ചു തീർത്തു എന്നാണോ? അനുജ, ഉറപ്പായിട്ടും. കാരണം അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് KPCCക്ക് അതുണ്ടാക്കിയ തലവേദനയും വയനാട് കോൺഗ്രസിന് അതുണ്ടാക്കിയ ബുദ്ധിമുട്ടും ചെറുതല്ല. മാത്രവുമല്ല, ഇതിൽ പാർട്ടി നേതൃത്വത്തിന്റെ ആശയക്കുഴപ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയും ഒക്കെ ചെയ്തിരുന്നു. കൂടാതെ ഈ NM വിജയന്റെ കുടുംബം മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഇക്കാര്യത്തിൽ ചില പരാതികൾ അറിയിക്കുകയും ചെയ്തു. ഇതടക്കമുള്ള കാര്യങ്ങൾ ധാർമ്മികത എന്ന പേരിൽ മാത്രം കൂട്ടിച്ചേർത്ത് പറയുന്നത് ശരിയായ രീതിയല്ല എന്ന കോൺഗ്രസിൽ തന്നെ വലിയ തരത്തിൽ അഭിപ്രായമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ KPCC ഇടപെട്ടുകൊണ്ട് NM വിജയന്റെ ബാങ്കിലെ കുടിശ്ശിക തീർത്തത്. ബത്തേരി ബാങ്കിൽ 60 ലക്ഷം രൂപയാണ് KPCC അടച്ചു തീർത്തത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറിപ്പിലടക്കം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യങ്ങൾ പലതായിരുന്നു. ആ കുറിപ്പടക്കം പുറത്തേക്ക് വന്നത് കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കത്തിലേക്ക് ഇപ്പോൾ KPCC കടന്നത്. 60 ലക്ഷം രൂപ, 62 ലക്ഷം രൂപയോളം ബാധ്യതയുണ്ടായിരുന്നു. അതിൽ 60 ലക്ഷം രൂപ ഇപ്പോൾ അടച്ചു തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഈ DCCക്ക് മുന്നിൽ NM വിജയന്റെ കുടുംബം കുത്തിയിരിപ്പ് സമരം നടത്തുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിൽ KPCC ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായി. മാത്രമല്ല, നിയമപരമായ ഉത്തരവാദിത്തമില്ലെങ്കിലും ധാർമ്മിക ഉത്തരവാദിത്തമുണ്ട് എന്ന് നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ പത്മജ അടക്കം പിന്നീട് അവരുടെ നിലപാട് പറയുകയും ചെയ്തു. നേതാക്കൾ തങ്ങളുമായി സംസാരിച്ചിട്ടില്ല, സംസാരിച്ച ശേഷം മാത്രമേ അക്കാര്യത്തിൽ, അതായത് കുടിശ്ശിക തീർക്കുന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇവരുടെ DCC യോഗത്തിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ചർച്ചയായി. അങ്ങനെ വലിയ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളടക്കം പ്രവർത്തിക്കുന്നതെന്നും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ചിത്രങ്ങളടക്കം വെച്ചിട്ട് അനാവശ്യ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു. മാത്രമല്ല, മുഖ്യമന്ത്രിയെ കണ്ടടക്കം അക്കാര്യത്തിൽ അവരുടെ സൈബർ ആക്രമണത്തിന്റെ കാര്യത്തിൽ അവർ ചില പരാതികളടക്കം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പ്രിയങ്ക ഗാന്ധി, അതും നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയ വഴിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ വരവടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെ പൂർണ്ണമായും വയനാട് DCCക്ക് അത് വലിയ തലവേദന ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ബത്തേരി ബാങ്കിലെ 60 ലക്ഷം രൂപ കുടിശ്ശിക KPCC അടച്ചു തീർത്തിട്ടുള്ളത്. അനുജ, ഇതിലിപ്പോൾ മുഖ്യമന്ത്രിയെ കുടുംബം കാണുന്നു. അതിനുശേഷം ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലേക്ക് ഇവർ സമരം പ്രഖ്യാപിച്ചു. ഇനിയും ഈ തരത്തിൽ നിലപാട് തുടർന്നാൽ സമരം ഇരിക്കും എന്ന നിലപാട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ഗത്യന്തരമില്ലാത്ത അവസ്ഥ, CPM ഒരുപക്ഷെ ഇത് ഏറ്റെടുത്തേക്കുമോ എന്നൊരു പേടി ഒരു ഭാഗത്ത്. അങ്ങനെ ഗത്യന്തരമില്ലാത്ത അവസ്ഥയിൽ ഇത് അടച്ചു തീർക്കേണ്ടി വന്നു എന്നതാണോ യാഥാർത്ഥ്യം, ഷഫീദ്? ഇക്കാര്യത്തിൽ നമ്മൾ ഈ NM വിജയന്റെ മരുമകൾ പത്മജയുടെ നിലപാട് നമ്മൾ കണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവർ ചില മുന്നറിയിപ്പുകളടക്കം അത് KPCCക്ക് മുൻപിലേക്ക് നൽകിയിരുന്നു. സെപ്റ്റംബർ 30-നകം വീടിന്റെയും പറമ്പിന്റെയും ആധാരം ബത്തേരി അർബൻ ബാങ്കിൽ നിന്ന് എടുത്തു തന്നില്ലെങ്കിൽ സമരം തുടങ്ങുമെന്ന് പത്മജ പറഞ്ഞു. മാത്രമല്ല, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനക്കോഴ വാങ്ങാൻ NM വിജയന്റെ വിശ്വാസ്യത വിനിയോഗിക്കുകയാണെന്ന് പത്മജ ആരോപിച്ചിരുന്നു. അദ്ദേഹത്തെ ഉപയോഗിച്ച് പണം തട്ടിയെടുക്കുകയാണ് ഉണ്ടായതെന്ന് പറഞ്ഞിരുന്നു. IC ബാലകൃഷ്ണൻ പണം വാങ്ങിക്കൊണ്ട് പോകുന്നതിന് തങ്ങൾ സാക്ഷികളാണെന്നും കോൺഗ്രസിന് വേണ്ടിയാണ് NM വിജയൻ കടക്കാരനാവുകയും ആത്മഹത്യ ചെയ്യുകയും ഉണ്ടായതെന്നും പത്മജ ആരോപിച്ചു. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ വീടിന്റെയും സ്ഥലത്തിന്റെയും ഈടിലെടുത്ത വായ്പ തിരിച്ചടച്ച ആധാരം തിരികെ നൽകാൻ കോൺഗ്രസിന് അവർ നൽകിയ സമയം 30 വരെയാണ്. അതല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ടുള്ള സമരത്തിലേക്കടക്കം കടക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഇക്കാര്യത്തിലെ നിലപാട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസിന് KPCCക്ക് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട്, അത് തലവേദന, അത് ചെറുതല്ല. ആ ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് KPCC കടന്നത്. നേരത്തെ സണ്ണി ജോസഫ് അടക്കം അക്കാര്യത്തിൽ നടത്തിയ പ്രതികരണം നമ്മൾ കണ്ടതുമാണ്. അതിൽ അവർ എടുത്തു പറഞ്ഞൊരു കാര്യമായിരുന്നു, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.